ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖത്തിൽ നിന്ന് സമ്പൂർണ്ണ അന്താരാഷ്ട്ര തുറമുഖം എന്ന ഒരു വലിയ വികസനത്തിൻ്റെ പാതയിലാണ് വിഴിഞ്ഞമെങ്കിൽ കൂടിയും ഒരു വലിയ കുതിപ്പിലേക്ക് മാറുന്നത്. അടുത്ത നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം. ശരിക്കും ഒരു വികസനം വരുന്നത് ഈ ഒരു സമ്പൂർണ്ണ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായി മാറുന്നത് ഈ ചരക്ക് കവാടമായി മാറുമ്പോൾ, അതായത് കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോഴാണ്. ഇതിപ്പോൾ നാളെയാണ് അത് തുടങ്ങുന്നത്. രാവിലെ 10:45 ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. തുറമുഖാധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതി മിഷൻ സമുദ്രയ്ക്കും കൂടി തുടക്കമാവുകയാണ്. നമ്മളെ ബജറ്റിലെ ഈ സർക്കാരിൻ്റെ ഒരു വലിയ പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. തീർച്ചയായും മിഷൻ സമുദ്ര എന്നുള്ളത്. ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. അൺഫിൽഡ് ഡിസൂസ ഉണ്ട്, അൺഫിൽഡിലേക്കാണ് പോകുന്നത്. അൺഫിലിറ്റ് കേൾക്കാമല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് അൺഫിലിറ്റ്. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഈ വിഴിഞ്ഞം ഒരു സമ്പൂർണ്ണ ചരക്ക് നീക്ക തുറമുഖമായി മാറുന്നു എന്നാണ്. അത് കയറ്റുമതി ഇറക്കുമതിക്കും കൂടിയുള്ള എല്ലാ സാധ്യതകളും തുറന്നിട്ടുകൊണ്ടുള്ള ഒരു നീക്കം. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ സാധ്യതകളും കേരളത്തിലെ വികസന സാധ്യതകളും വളരെ അനന്തമായി തന്നെ നീളുകയാണ്. അപ്പോൾ നാളെയാണ് അതിൻ്റെ ഉദ്ഘാടനം അല്ലേ? ഗുഡ് മോർണിംഗ് സ്വപ്ന ആംപ്ലി. ഏറ്റവും പ്രധാനപ്പെട്ട വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സുപ്രധാനമായ നാഴികക്കല്ലിലേക്കാണ് മാറുന്നത്. നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. അതായത് നിലവിൽ അത് ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായിരുന്നു എന്നതിൽ നിന്നും മാറി സമ്പൂർണ്ണമായ കയറ്റുമതി ഇറക്കുമതി തുറമുഖമായി വിഴിഞ്ഞം കേരളത്തിൻ്റെ അഭിമാനമായി സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ഏടായി നാളെ മാറുകയാണ്. മുഖ്യമന്ത്രി രാവിലെ ഉദ്ഘാടനം ചെയ്യുന്നു. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയായിരിക്കും. അതായത് ഇനി മുതൽ പൂർണ്ണമായ കയറ്റുമതി ഇറക്കുമതി അത് വിഴിഞ്ഞം തുറമുഖത്തിലൂടെ നടക്കും. ഇത്രയും നാളത് കൊളംബോ, ദുബായ്, ശ്രീലങ്ക പോലുള്ള തുറമുഖങ്ങൾ വഴിയാണ്, സിംഗപ്പൂർ വഴിയുള്ള തുറമുഖങ്ങൾ വഴിയാണ് നടന്നിരുന്നതെങ്കിൽ ഇനി അത് വിഴിഞ്ഞം തുറമുഖത്തിലൂടെ ചരക്ക് നീക്കം നേരിട്ട് നടത്താനാകും. ഇത് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ രീതിയിലൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയായി മാറുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ അഭിമാന പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സ്വപ്ന പദ്ധതിയായ മിഷൻ കേരളയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനവും നാളെ നടക്കുന്ന ഈ ചടങ്ങിൽ ഉണ്ടാകും. നമുക്കറിയാം, മിഷൻ കേരളയ്ക്ക് വേണ്ടി ബജറ്റിൽ 400 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക വികസനം ഒരു മാരിടൈം എക്കണോമിക്കായി കേരളം മാറുന്നു. ആ മാരിടൈം എക്കണോമിക്കിൽ ഊന്നി നിന്നുകൊണ്ട് കേരളത്തിലെ സാമ്പത്തിക കുതിപ്പ് ഇതാണ് വിഭാവന ചെയ്തത്. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും നാളെ വിഴിഞ്ഞം ഈ തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് വേളയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. കേരളത്തിന് എല്ലാ രീതിയിലും തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ദിവസമായി നാളെ മാറുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകുന്ന മിഷൻ കേരളയുടെ ഉദ്ഘാടനവും നാളെ തന്നെ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി ഈ ചടങ്ങ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായി നാളെ മാറുകയാണ്. എന്തായാലും ഇന്നു മുതൽ തന്നെ വിഴിഞ്ഞത്തേക്കുള്ള ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ മുതൽ തന്നെ ഇതിനു വേണ്ടിയുള്ള, അതായത് വി ഐ പികൾ അടക്കമുള്ളവർക്ക് പ്രത്യേക ക്ഷണമൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായി ഇത് മാറുന്നു. സ്വപ്ന അൺഫിലിറ്റ്, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ GSTയുടെ ഒരു അന്വേഷണം നടക്കുന്നു. 126 കോടി വിദേശ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം GST നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണെന്ന് അമ്പിളി, GST തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ച ഒരു കേസാണ്. അതൊരു കേസായി തന്നെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യഘട്ടം എന്ന രീതിയിലാണ് GST വകുപ്പ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 126 കോടി രൂപ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന് നൽകിയെന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അത് 22.68 കോടി രൂപ GST ഇനത്തിൽ സേവന നികുതിയായ കേരളത്തിൽ GST വകുപ്പിന് അടക്കേണ്ടതുണ്ട്. ഇന്നേ വരെ ഒരു തുക പോലും അടച്ചിട്ടില്ല. 5 തവണയാണ് ഈ കമ്പനികളുടെ മേധാവിമാർക്ക് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇവർ ഓഗസ്റ്റിൽ ഹാജരായെങ്കിൽ ഇതിന് ആവശ്യമായ രേഖകളൊന്നും നൽകിയിരുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരം ഒരു SIT രൂപീകരിച്ചിട്ടുണ്ട്. ആ SIT രൂപീകരിക്കുമ്പോൾ അത് GST വിഭാഗമാണ് ഇത് ആദ്യം അന്വേഷണം നടത്തുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് GST ബ്രാഞ്ചാണ് ഇത് അന്വേഷണം ആരംഭിക്കുന്നത്. ഇതിൽ ഇന്നിപ്പോൾ GSTയുടെ വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടി കമ്മീഷണറായ C ബ്രിജേഷിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘമാണ് SITയിലുള്ളത്. ഇവർ ഇന്നു മുതലാണ് അന്വേഷണം ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്നവർ കാഞ്ഞങ്ങാട് GST ഓഫീസിലെത്തുകയും ഈ കേസ് പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ മൊഴി ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തും. അങ്ങനെയാണ് ഈ കേസ് ഇന്നു മുതൽ ഇതിന്റെ അന്വേഷണം ആരംഭിക്കുകയാണ്. എന്തായാലും ഈ കേസിൽ നമുക്കറിയാം, ഇതുവരെ സർക്കാർ ഏത് രീതിയിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും ശക്തമായ അന്വേഷണവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. വലിയ രീതിയിൽ തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ മുൻ സർക്കാരിനെയും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇത് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ. എന്തായാലും GST സേവനത്തിൽ ഏത് തട്ടിപ്പ് നടത്തിയെന്ന അന്വേഷണമാണ് പോകുന്നത്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുമെന്നാണ് അതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.